നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കുന്നന്താനം പഞ്ചായത്തിലെ മടത്തിൽക്കാവ് അമ്പാടി പ്ലാച്ചിറപ്പള്ളി റോഡിൽ എന്തെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് വർഷങ്ങളായി. അവസാനം പ്രദേശവാസികളുടെ സമ്മർദ്ദപ്രകാരം റോഡ് പണി തുടങ്ങി. പക്ഷേ ഈ റോഡ് പണി തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് BJPയുടെ മണ്ഡലം സെക്രട്ടറി ആയിരിക്കുന്ന പ്രവീൺ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. ഞാൻ BJP മല്ലപ്പള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രവീൺ. ഞാൻ ഇങ്ങനൊരു വോയിസ് ഇടാൻ കാരണം നമ്മുടെ കുന്നന്താനം പഞ്ചായത്തിലെ 1-2 വാർഡുകളിലൂടെ കടന്നു പോകുന്ന മടത്തിക്കാവ് മുതൽ പ്ലാച്ചിറ വരെ കിടക്കുന്ന PWD റോഡ് 15 വർഷമായി ഒരു മെയിൻ്റെനൻസ് വർക്ക് പോലും ചെയ്യാതെ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു പാച്ച് വർക്ക് എന്ന പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ട് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനായിട്ട് തീരുമാനമെടുക്കുകയും അത് പ്രകാരം ആ പണി ആരംഭിക്കുകയും ചെയ്തു. 6 മാസങ്ങൾക്കുള്ളിൽ BJPയുടെ നേതൃത്വത്തിൽ വൻ ജനകീയ സമരങ്ങൾക്ക് വേദിയായ ഒരു റോഡാണ് ഇത്. അതുകൊണ്ട് പ്രദേശവാസികളുടെ അതിശക്തമായ എതിർപ്പ് ഉയരുകയും ചെയ്തതോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഈ പണി ആരംഭിക്കുന്നത്. പണി ചെയ്ത സമയത്ത് അഴുകുന്താനം ഭാഗത്ത് പണി ചെയ്ത് ആരംഭിച്ച സമയത്ത് തന്നെ ഇത് അവിടുത്തെ പ്രദേശവാസികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഈ ഒരു പണി അശാസ്ത്രീയമാണെന്നും ഈ ടാറ് ഒറ്റ മഴയ്ക്ക് തന്നെ ഒലിച്ചു പോകുമെന്നും മനസ്സിലാക്കിയ അവർ ഈ എഡ്ജ് വളരെയധികം പൊങ്ങി നിൽക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്ത പ്രദേശവാസികൾ അവിടെ ഒത്തുകൂടുകയും അവർ ഇത് ഒത്തുകൂടിയവരെ ഞാൻ അറിയുകയും ഞാനും ശ്രീ പ്രമോദും കൂടെ അവിടെ ചെല്ലുകയും ഞങ്ങൾ തുടർന്ന് കോൺട്രാക്ടറെ വിളിക്കുകയും കോൺട്രാക്ടർ AE ഉച്ചയ്ക്ക് ശേഷം എത്താമെന്ന മറുപടി നൽകുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥരും അവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ LDFൻ്റെ നേതാവായിട്ടുള്ള ശ്രീ ബാബു കൂടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും കൂടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇതിൽ പ്രദേശവാസികൾ പറഞ്ഞ കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ഏതെങ്കിലും തരത്തിൽ ഇച്ചിരി കുറച്ച് ഫണ്ട് കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സൈഡ് വൃത്തിയാക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേൽ തൊട്ടടുത്ത ദിവസം വീണ്ടും ചർച്ച ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ പണി അവസാനിപ്പിക്കുന്നത്. കൂട്ടായെടുത്ത തീരുമാനമാണ്. അത് രാഷ്ട്രീയത്തിനതീതമായിട്ട് മുഴുവൻ പേരും ഒത്തുകൂടി നിന്നുകൊണ്ട് എടുത്ത ഒരു തീരുമാനം. ഇത് അനുസരിച്ച് കഴിഞ്ഞ ദിവസം CPMൻ്റെ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വീഡിയോ ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്നും പറഞ്ഞ് ഇത് എത്രത്തോളം അപഹാസ്യമാണെന്ന് തിരിച്ചറിയുക. കാരണം നാടിൻ്റെ ഒരു പൊതുപ്രശ്നത്തിൽ ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പ് സമരങ്ങൾ നടന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ട് സാധിക്കാത്തത് ജനങ്ങളുടെ മണ്ടയിലേക്ക് ഒരു കളിയാക്കുന്ന തരത്തിലേക്ക് BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്നും പറഞ്ഞിറക്കിയാൽ അല്ലയോ നേതാവേ, ഇത് വളരെയധികം അപഹാസ്യനാകാമെന്നേ ഉള്ളൂ. കാരണം ഇവിടെ ആരാണ് കോൺഗ്രസ് മായിട്ട് കൂട്ടുകൂടി സഖ്യത്തിൽ ഏർപ്പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നടന്ന ചർച്ചയിൽ ഉദ്യോഗസ്ഥരും ഞാൻ ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും കരാറുകാരനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഫണ്ടിൽ ഈ സൈഡ് എഡ്ജ് വരാത്ത രീതിയിൽ ക്ലിയർ ചെയ്ത് തരാമെന്നും ഏറ്റുകൊണ്ട് ഈ പരിപാടി ഈ ഒരു റോഡിൻ്റെ ഈ പാച്ച് വർക്ക് അറ്റകുറ്റപ്പണി പുനരാരംഭിക്കാമെന്നുള്ള തീരുമാനമെടുത്ത് പിരിയുകയും ചെയ്തു. ഇവിടുത്തെ ഇതിനു വേണ്ടിയിട്ട് അക്ഷീണാന്തം പ്രവർത്തിച്ച പ്രദേശവാസികളായിട്ടുള്ള നല്ല കുറേ ചെറുപ്പക്കാർ, അവർക്കുള്ള 1000 നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.